ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദ്വീപേഷു രമ്യഃ ദീപോ അൻഡമാനഃ എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്, എക്സസൈസസ്. അത് നമുക്ക് നോക്കാം. പേജ് നമ്പർ 122ൽ മുകളിൽ പാഠം പഠിത്വാ അധോലിഖിതാനി പദാനി പരസ്പരം മേളയന്തു. പാഠം പഠിത്വാ, പാഠം പഠിച്ചിട്ട്, പാഠം വായിച്ചിട്ട്, അധോലിഖിതാനി താഴെ കൊടുത്തിരിക്കുന്ന പദാനി പദങ്ങൾ പരസ്പരം മേളയന്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മേളയന്തു. മാച്ച് ദ ഫോളോയിങ് പറയില്ലേ, അതാണ് മേളയന്തു എന്ന് പറഞ്ഞാൽ. എന്താ മേളയതി എന്ന് പറയാത്ത എന്താണ്? മേളയന്തു എന്ന് പറഞ്ഞാൽ ലോട്ടാണ്. അത് പ്രത്യേകത എന്താണെന്ന് അറിയാലോ. അനുവാദം കൊടുക്കുക, ആശീർവദിക്കുക, ഓർഡർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അത് മേളയന്തു, യോജിപ്പിക്കൂ. എല്ലാവരോടും പറയണം, യോജിപ്പിക്കൂ. അതാണ് ആദ്യം കായും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തതിൽ ഒന്ന് തന്നിട്ടുണ്ട് ഓൾറെഡി, ഹന്തുമാൻ. അതേതാണ്? അൻഡമാനഃ. അടുത്ത രണ്ടാമത്തെ തൊട്ടാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാലാപാനി. കാലാപാനി എന്നുള്ളത് ഏതാണ്? സെല്ലുലർ കാരാഗാരഃ, സെല്ലുലർ കാരാഗാരഃ. ജാർവ, ഞാൻ നേരെ മാസത്തെ ശരിക്കാക്കി എഴുതിയിരിക്കുകയാണ്. ജാർവ ജനജാതിഹി, അവിടുത്തെ ട്രൈബൽ അല്ലേ. സ്വരാജദ്വീപഃ, സ്വരാജദ്വീപ എവിടെയാണ്? എലിഫൻഡ. രാധാനഗര തടഃ, രാധാനഗര തട എവിടെയാണ്? അവിടെ എന്താണുള്ളത്? ശ്വേതരേണുഹു, വൈറ്റ് സാൻഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. രാധാനഗര തടഃ, രാധാനഗര തടത്തിൽ അവിടെ ശ്വേതരേണുഹു. ഇതത്രയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുട്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ബോർഡിൽ എഴുതണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് എല്ലാം എഴുതുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖന്തു. അധോലിഖിതാന, നേരത്തെ വന്നില്ല. അധോലിഖിതാന താഴെ കൊടുത്തിരിക്കുന്ന പ്രശ്നാനാം, പ്രശ്നങ്ങളുടെ, ഷഷ്ടിയല്ലേ പ്രശ്നാനാം, ഉത്തരാണി ആൻസേഴ്സ്, പൂർണ്ണവാക്യേന ഫുൾ സെൻറ്റൻസിൽ ലിഖന്തു, എഴുതൂ. അവിടെ എഴുതൂ, ലോട്ട് വന്നിരിക്കുന്നു, എഴുതൂ. അപ്പോൾ ഫുൾ സെൻറ്റൻസിൽ വേണം അതിൻ്റെ ആൻസേഴ്സ് തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാമായണകാലേ അൻഡമാനദ്വീപസ്യ നാമ കിം ആസീത്. ഞാൻ ക്വസ്റ്റ്യൻ അവിടെ എഴുതില്ല, ആൻസേഴ്സ് മാത്രമേ എഴുതുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാന്ന് എഴുതിയെടുക്കുക. രാമായണകാലേ അൻഡമാനദ്വീപസ്യ നാമ കിം ആസീത്. ആൻസേഴ്സ്, രാമായണകാലേ അൻഡമാനദ്വീപസ്യ നാമ ഹണ്ടുകമാൻ ആസീത്. ഈ ഹണ്ടുകമാൻ ഇൻവേർട്ടഡ് കോമയ്ക്കകത്താണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ വീരഃ സാവർക്കരഃ കതി വർഷാണി കഷ്ടം സോഢവാൻ. സ്വാതന്ത്ര്യവീരനായ സാവർക്കരൻ എത്ര വർഷം കഷ്ടം അനുഭവിച്ചു? ദശവർഷമല്ലേ. അപ്പോൾ എങ്ങനെ പറയും? സ്വാതന്ത്ര്യവീരഃ സാവർക്കരഃ ദശവർഷാണി കഷ്ടം സോഢവാൻ. അടുത്തത്, അൻഡമാനദ്വീപേ കാഹ ജനജാതയഃ നിവസന്തി. ഏത് ജനജാതികളാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ? എങ്ങനെയുള്ളവരൊക്കെയാണെന്നാണ്. ഗായാണ് കൊടുത്തിരിക്കുന്നത്, ഗായാണ്. അപ്പോൾ അൻഡമാനദ്വീപേ കാഹ ജനജാതയഃ നിവസന്തി. നോക്കിക്കോളൂ. അൻഡമാനദ്വീപേ അൻഡമാനി, ഓങ്കി, ജാർവ, സെന്റിനലി ഇത്യാദയഃ ജനജാതയഃ നിവസന്തി. എന്നോട് വായിക്കാം. അൻഡമാനദ്വീപേ അൻഡമാനി, ഓങ്കി, ജാർവ, സെന്റിനലി ഇത്യാദയഃ ജനജാതയഃ നിവസന്തി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഖ. അതിൽ അൻഡമാനദ്വീപേ ആജീവികാർത്ഥം ജനാഃ കിം കുർവന്തി. അൻഡമാൻ ദ്വീപിൽ ആജീവികാർത്ഥം, ജീവിതത്തിന് വേണ്ടി ജനാഃ കിം കുർവന്തി, ജനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. എന്തൊക്കെ ചെയ്യുന്നത് പറഞ്ഞില്ലേ, നോക്കിക്കോളൂ. അൻഡമാനദ്വീപേ മുക്തമാലാഃ ശുക്തിശില്പാനി നാരികേലശില്പാനി ഉപസ്കരാഃ ച ഇത്യാദീനാം സമ്പാദനേന വാണിജ്യേന ച ആജീവികാർത്ഥം കുർവന്തി. ഒന്നുകൂടെ വായിക്കാം. അൻഡമാനദ്വീപേ
മുക്തമാലാഹ മുത്തുമാലകൾ, ശുക്തിശില്പാനി സ്കൾപ്ചേഴ്സ്, നാരികേല ശില്പാനി കോക്കനട്ടിൻ്റെ ശില്പങ്ങൾ, ഉപസ്കരാഹ മസാലകൾ, ച ഇത്യാദീനാം ഇവയുടെ സമ്പാദനേന സമ്പാദിക്കുകയും വാണിജ്യേന വിൽക്കുകയും ച ആജീവികാർത്ഥം കുർവന്തി, ഇങ്ങനെയാണ് അവർ ആജീവികാർത്ഥം നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തേ സർവേ മിളിത്വ കം ശ്ലോകം ഗായന്തി. ആ ശ്ലോകം അവിടെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ആ ശ്ലോകം എഴുതുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ. അത് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ ചെയ്ത് എഴുതുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പാഠം ദൃഷ്ട്വ റിക്തസ്ഥാനാനി പൂരയന്തു. പാഠം ദൃഷ്ട്വ, പാഠം നോക്കിയിട്ട്, റിക്തസ്ഥാനാനി പൂരയന്തു. റിക്തസ്ഥാനം എന്ന് പറഞ്ഞാൽ ഫിൽ ദ ബ്ലാങ്ക്സ് പറയില്ലേ, അത് ഫില്ല് ചെയ്യുക, അതെല്ലാം. പൂരയന്തു അവിടെയും കണ്ട, പൂരയന്തു പൂരിപ്പിച്ചാലും അല്ലെങ്കിൽ പൂരിപ്പിക്കൂ എന്നൊക്കെ പറയാം, ലോട്ട്. അപ്പോൾ ആദ്യത്തെ നോക്കിക്കോളൂ, അൻഡമാന ദ്വീപസ്യ രാജധാനി ഡാഷ് അസ്തി. ഏതായിരുന്നു ആൻഡമാൻ ദ്വീപത്തിൻ്റെ? ഞാൻ ആൻസേഴ്സ് മാത്രമേ എഴുതുള്ളൂ. ആൻഡമാൻ ദ്വീപസ്യ രാജധാനി ഡാഷ് അസ്തി ശ്രീ വിജയപുരം. നോക്കിക്കോളൂ, ഒന്നാമത്തെ ശ്രീ വിജയപുരം ആണ് ആദ്യത്തത്. സെക്കൻഡ്, സൂര്യാംശഃ ഗൃഹം ഗത്വ ഡാഷ് അൻഡമാനസ്യ അന്വേഷണം അകരോ. സൂര്യാംശം വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? എവിടെ നോക്കിയിട്ടാണ് അൻഡമാനസ്യ അന്വേഷണം കണ്ടുപിടിച്ചത്? എന്താണ്? ജാലപുടേ അല്ലേ, വെബ്സൈറ്റിൽ കൂടി ജാലപുടേ അവിടെ തോന്നുന്നുണ്ട്. സെക്കൻഡ് ജാലപുടേ, ജാലപുടേ. അടുത്തത് ഗ പ്രഥമ ശതാബ്ദ്യാം അസ്യ നാമ ഡാഷ് ഇതി ആസി. പ്രഥമ ശതാബ്ദിയിൽ ഇതിൻ്റെ പേര്, അൻഡമാൻ ദ്വീപിൻ്റെ പേരെന്തായിരുന്നു എന്നുള്ളത്? അഗാദേമൻ അല്ലേ, ഇതാ അഗാദേമൻ, വൺ വേർഡ് ആൻസറാണ്. അടുത്തത് ഖ അസ്മിൻ ദ്വീപേ ഡാഷ് ഇതി കാരാഗാരമസ്തി. ആ ദ്വീപിൽ ഡാഷ് എന്ന് പേരുള്ള ഒരു കാരാഗാരം ഉണ്ട് എന്നുള്ള. അങ്ങനെയാണ് സെല്യൂലർ എന്ന കാരാഗാരം. അടുത്തത് വയം സ്വാതന്ത്ര്യ വീരാണാം ഡാഷ് സുഖേന ജീവാമഹ. നമ്മൾ സ്വാതന്ത്ര്യ വീരന്മാരുടെ ബലിദാനം കൊണ്ടല്ലേ സുഖമായിട്ട് ജീവിക്കുന്നത്. അവരുടെ ബലിദാനം, അവർ ബലിയർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നത്. അപ്പം ബലിദാനേന, ബലിദാനേന. അടുത്ത ച കാലാപാനി ഡാഷ് സംസ്ഥായാഹ വൈശ്വിക സമ്പദഃ സൂച്യാം സംരക്ഷിതം. കാലാപാനി ഏതാണ്? ഏത് സംസ്ഥായാഹയാണ്? യുനെസ്കോ അല്ലേ, യുനെസ്കോ. അതാണ് ഇവിടെ കൊടുത്തത്, യുനെസ്കോ. അടുത്ത ലാസ്റ്റ്, കൃഷികാര്യേണ ഡാഷ് ച ജീവികാം നിർവഹന്തി. കൃഷികാര്യം മാത്രമാണോ? വേറെ എന്തെന്നും കൂടെ ഇല്ലേ? മത്സ്യവ്യാപാരേണ. അപ്പോൾ അവിടെ മത്സ്യവ്യാപാരേണ ച ജീവികാം നിർവഹന്തി, ജീവിക്കുന്നു. അതായത് മത്സ്യവ്യാപാരേണ, കൃഷികാര്യേണ മാത്രമല്ല മത്സ്യവ്യാപാരേണ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 123 മുകളിൽ 4th ക്വസ്റ്റ്യൻ ആണ്. അഥോലിഖിതാനാം വിശേഷണ വിശേഷ്യ പദാനാം മേളനം കൃത്വ റിക്തസ്ഥാനാനി പൂരയന്തു. അവിടെയും പൂരയന്തു, പൂരിപ്പിച്ചാലും അല്ലെങ്കിൽ പൂരിപ്പിക്കൂ. അഥോലിഖിതാനം താഴെ കൊടുത്തിട്ടുള്ള വിശേഷണ വിശേഷ്യ പദാനാം മേളനം, വിശേഷണവും വിശേഷ്യവും തമ്മിൽ മേളിപ്പിക്കുക, യോജിപ്പിക്കുക. എന്താണ് വിശേഷണ വിശേഷ്യം എന്ന് പറയുന്നത്? ഇപ്പോൾ ആദ്യത്തെ കൊടുത്തിട്ടുണ്ട് നീലം എന്നുള്ളത്, അതിന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീലം എന്ന് പറഞ്ഞാൽ നീല നിറം അല്ലേ. അടുത്ത അതിൻ്റെ എന്താണ്? സമുദ്രം. അപ്പോൾ നീല നിറത്തിലുള്ള സമുദ്രമാണ്, നീലമാണ് അവിടുത്തെ വിശേഷണം. ഏതിനെ വിശേഷിപ്പിക്കുന്നു? സമുദ്രം എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ സമുദ്രം വിശേഷ്യമാണ്, സമുദ്രം വിശേഷ്യം. നീലം എന്നുള്ളത് എന്താണ്? വിശേഷണം. അതുപോലെ ബാക്കിയുള്ളത് പറയുക. മനസ്സിലായില്ല? ആദ്യത്തത്. രണ്ടാമത്തത് സുന്ദരതമേഷു. അപ്പോൾ എപ്പോഴും പിന്നെ വിശേഷ്യം എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും, അതേ വിഭക്തി തന്നെ ആയിരിക്കണം വിശേഷണത്തിനും വരേണ്ടുന്നത്. അതങ്ങ് ആലോചിച്ചാൽ മതി. അപ്പം വിശേഷ്യത്തിന് എങ്ങനെയാണോ, ഏത് വിഭക്തിയാണോ വരുന്നത് അത് തന്നെയാണ് വിശേഷണത്തിനും. അതുകൊണ്ടാണ് ഇവിടെ നീലം. സമുദ്രം എന്നുള്ളത് പിന്നെ പുല്ലിംഗോ സ്ത്രീലിംഗോ അല്ല, നപുംസകലിംഗോ ആണ് സമുദ്രം. അപ്പോൾ അത് അവിടെയും അങ്ങനെ എന്ത് തന്നെ വരണം, വിശേഷണത്തിലും അതുപോലെ തന്നെ
പിന്നെ നപുംസകലിംഗ വർണ്ണം, അതാണ് നീലം. നീലം സമുദ്രം. അതുപോലെ അടുത്ത് നോക്കിക്കോളൂ, സുന്ദര തമേഷു. അത് ഏത് വിഭക്തിയിൽ വരുന്നത്? സപ്തമി ബഹുവചനമല്ലേ? അപ്പോൾ ഇവിടെ ഏത് സപ്തമി? എവിടെയാണ് സുന്ദര തമേഷു? മുകളിൽ സമുദ്ര തടേഷു. സമുദ്ര തടേഷു. സുന്ദര തമേഷു സമുദ്ര തടേഷു ആണ്, സമുദ്ര തടങ്ങളിൽ. അടുത്തത്, അപ്പോൾ ഇവിടെ സപ്തമി വന്നു, ഇവിടെ സപ്തമിയാണ് വന്നത്. സ്വീയാഹ, സ്വന്തമായിട്ട് സ്വീയാഹ, അവിടെ ബഹുവചനമായിട്ട് വരുന്നിരിക്കില്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? രീതി പരമ്പരാഹയാണ്. ഇവിടെയും ബഹുവചനമാണ്, ഇവിടെയും ബഹുവചനമാണ്. രീതി പരമ്പര. ഈ രീതി പരമ്പര എങ്ങനെയുള്ളതാണ്? സ്വീയാഹയാണ്. അടുത്തത് വിവിധ വർണ്ണാഹ. അത് വിശേഷണമാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള. വിവിധ വർണ്ണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിശേഷണമല്ലേ? അത് ബഹുവചനത്തിൽ വന്നിരിക്കും, പ്രഥമ ബഹുവചനത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് എന്ത്? മത്സ്യാഹയാണ്. മത്സ്യാഹ എന്നുള്ളതും പ്രഥമ ബഹുവചനം തന്നെ വന്നു. അടുത്ത സ്ഥാനീയേ ആപണേ. സ്ഥാനീയ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വിശേഷണമാണ്. എന്തിൻ്റെ സ്ഥാനം? എന്തിൻ്റെ സ്ഥാനത്തിൽ? ആപണേ. സ്ഥാനീയേ ആപണേ രണ്ടും ഏത് വിഭക്തിയിൽ വന്നിരിക്കുന്നു? സപ്തമി ഏകവചനം. ആപണം എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ്. ആപണത്തിൽ. സ്ഥാനീയേ. അപ്പോൾ അത് ആപണേ എന്നുള്ളത്. അടുത്തത് പ്രഥമം. പ്രഥമം ഒന്നാമത്തെ. പ്രഥമം എന്നുള്ളത് എന്താണ്? അവിടെ നപുംസകലിംഗമാണ്. അപ്പോൾ സ്ഥാനം എന്നുള്ളതും നപുംസകലിംഗം, ഒന്നാമത്തെ സ്ഥാനം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം വിശേഷണവും വിശേഷ്യവും ഈ പാഠത്തിൽ കുറേ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തന്നു. വിശേഷണവും വിശേഷ്യവും ഒരേ വിഭക്തിയിൽ മാത്രമേ വരികയുള്ളൂ. അതിന് ഉദാഹരണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നീലം, സമുദ്രം. സമുദ്രം എന്നുള്ളത് വിശേഷ്യമാണ്. അതിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? നീലം. ആ നീലം എന്നുള്ളത് വിശേഷണവുമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനായി. ബാക്കി ഇനി അടുത്ത ദിവസം ബാക്കി എഴുതാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.